ഞാൻ വേണു മഹാദേവ്. നമ്മൾ വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. വ്യാഴം മാറുമ്പോൾ നമുക്ക് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗുണമാണ്. കാരണം വ്യാഴം ലാഭസ്ഥാനത്തേക്ക് 11ലേക്കാണ് വരുന്നത്. വ്യാഴമാറ്റം ഗുണമാണെന്ന് പറയാൻ കാരണം ശനി മാറ്റം നിങ്ങൾക്ക് അത്ര ഗുണമായിരുന്നില്ല. ഈ ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം മകം, പൂരം, ഉത്രത്തിൽ 1-ാം പാദം, ഉത്രത്തിൽ 4. അപ്പോൾ ഈ ശനി മാറ്റം ഗുണമല്ല എന്ന് പറയാൻ കാരണം ശനി നിങ്ങൾക്ക് നേരത്തെ നിന്ന് കണ്ടകശനി മാറി അത് അഷ്ടമശനിയായിട്ട് മാറി. അഷ്ടമശനി എന്ന് പറയുമ്പോൾ പൊതുവിൽ രോഗം, അതുപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന്, അതായത് എട്ടെന്ന് പറഞ്ഞാൽ പൊട്ടയെന്നാണ്, നമ്മൾ തൊടുന്നതെല്ലാം പൊട്ട ഭാഗ്യമായി മാറുന്ന ഒരു സമയമാണ്. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഒരു ഗ്രഹം കൊണ്ട് നമുക്ക് ആ ഗ്രഹമാറ്റം കുറച്ച് കുറവുകൾ വരുത്തുമ്പോൾ വേറൊരു ഗ്രഹമാറ്റം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ നമ്മളെ ശനിമാറ്റം കൊണ്ടുവന്ന അഷ്ടമശനിയുടെ ദോഷങ്ങളെല്ലാം വ്യാഴമാറ്റം ഗുണം ചെയ്യും. കാരണം വ്യാഴം സർവേശ്വരകാരകനാണ്. യഥാർത്ഥത്തിൽ ഒരാളിൻ്റെ ജാതകത്തിലെ ഏറ്റവും കൂടുതൽ ദൈവാധീനവും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹവും വ്യാഴമാണ്. വ്യാഴം നന്നായാൽ ആ ആളിൻ്റെ ജീവിതം ഉയർച്ചയിലെത്തും. കാരണം ഭാഗ്യകാരകനാണ് വ്യാഴം, സന്താനകാരകനാണ്, ധനകാരകനാണ്, ദൈവാധീനം, നമ്മുടെ ഗുരുത്വം, ഇതെല്ലാം വ്യാഴമാണ്. അപ്പോൾ ആ വ്യാഴം 11ൽ ലാഭസ്ഥാനത്ത് വരിക എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനങ്ങളൊന്നാണ് 5, 9, 11. അപ്പോൾ അതിൽ 11ൽ ലാഭസ്ഥാനത്ത് വ്യാഴം വന്നാൽ തീർച്ചയായിട്ടും വ്യാഴം ലക്ഷം ദോഷം ഗുരുർ ഹന്തി എന്നാണ്. അതായത് ലക്ഷക്കണക്കിന് ദോഷം ഉണ്ടെങ്കിൽ ഒരു ജാതകത്തിൽ വ്യാഴം നല്ല സ്ഥാനത്താണെങ്കിൽ വ്യാഴം അതില്ലാതാക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അഷ്ടമശനി വന്നതിൻ്റെ കഷ്ടതയെല്ലാം മാറുകയാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മെയ് മാസം 14-ാം തീയതി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശനിദോഷത്തിൻ്റെ കാഠിന്യം അങ്ങ് മാറുകയാണ്. പകരം നിങ്ങൾ കർമ്മപരമായിട്ടും ധനപരമായിട്ട് ഉയരുകയാണ്. ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം, കാരണം ധനപരമായിട്ട് ഉയർച്ച വരും. കർമ്മപരമായിട്ട് നിങ്ങൾ പുതിയ ജോലി തേടുക, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആരംഭിക്കുക, ഇതെല്ലാം നന്നായിരിക്കും. രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ കലാപരമായിട്ടൊക്കെ ഇടപെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരികയും നിങ്ങൾക്ക് ധാരാളം ധനവും സൗഭാഗ്യങ്ങളൊക്കെ കൈവരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വ്യാഴം 11ൽ വരുന്ന സമയം ഉന്നത പഠനം, വിദേശത്ത് ജോലിക്കോ അല്ലെങ്കിൽ മറ്റ് യാത്രകളൊക്കെ ചെയ്യുന്നതൊക്കെ ഗുണം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നല്ല നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിലേക്ക് പഠിക്കാനായിട്ട്, പുതിയ വിഷയങ്ങൾ പഠിക്കാനും അതിലൂടെ വലിയൊരു ഉണർവ് വരാനൊക്കെ സമയം നല്ലതാണ്. പുതിയ ജോലി, നമ്മുടെ നിലവിലുള്ള ജോലി മാറി പുതിയ ജോലി, അതുപോലെ തന്നെ ജോലിയിൽ തന്നെ പ്രമോഷൻ, ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക്, നമ്മൾക്ക് വളരെ കാലമായിട്ട് നാട്ടിൽ വരാൻ ആഗ്രഹിച്ചവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് സ്ഥലം മാറ്റമോ പ്രമോഷനോടുകൂടി സ്ഥലം മാറ്റമൊക്കെ വരാം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ 11ലേക്ക് വരുന്ന വ്യാഴം നിങ്ങൾക്ക് തരും. അതിൻ്റെ കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 5-ാം ഭാവാധിപത്യമുള്ള വ്യാഴമാണ്. ഈ വ്യാഴം 5-ാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ഒരുപാട് ഗുണം ചെയ്യും. എന്നാൽ അഷ്ടമാധിപത്യമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വ്യാഴമാറ്റം ആദ്യത്തെ ഒരു 6 മാസം വളരെ ഗുണവും, അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അനിഷ്ടവും കൂടെ പ്രതീക്ഷിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം മെയിൽ വ്യാഴം മാറിയാൽ ഒരു 6 മാസം കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ധനപരമായ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. ധനം ചെലവഴിക്കുമ്പോഴും ധനം കൈകാര്യം ചെയ്യുമ്പോഴും അതിന് നല്ല ജാഗ്രത വേണം. രണ്ടാമത്തേത്, അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിഷയത്തിലും കുറച്ചൊരു ജാഗ്രത പുലർത്തണം. അവർ കൂട്ടുകെട്ടോ അല്ലെങ്കിൽ അവരുടെ പഠനത്തിലോ ഒക്കെ അവർ ഉഴപ്പാതെ, അവർ മോശമായ വഴികളിൽ പോകാതെ സൂക്ഷിക്കുക, ഇത്രയേ ഉള്ളൂ. അതേസമയം ഈ വ്യാഴമാറ്റം 11ലൊക്കെ വരുമ്പോഴും ഒരു ശ്രദ്ധ വേണ്ടത്, അഷ്ടമത്തിൽ ശനി മാത്രമല്ല സർപ്പനും കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ ഈ സർപ്പനും കൂടെ നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നം വളരെ ശ്രദ്ധിക്കണം. അതായത് ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അത് കുഴപ്പമില്ല, അത് മാറിക്കോളുമെന്ന് വിചാരിച്ചിരിക്കരുത്. ഉടനെ ഡോക്ടറെ കണ്ട് അത് സീരിയസ് ആയിട്ട് നമ്മൾ എടുത്ത് ചികിത്സ തേടണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ നമ്മൾ അവഗണിക്കാതെ അതിൻ്റെ ശരിയായ റൂട്ട് കണ്ടെത്തി ചികിത്സ തേടണം. നേരത്തെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്ത് മരുന്നിൽ മാറ്റമൊക്കെ വേണമെങ്കിൽ വരുത്താൻ മടിക്കരുത്. ഒപ്പം തന്നെ വ്യായാമമുള്ളൊരു ചെറിയ വ്യായാമമൊക്കെ ചെയ്യണം. ജപോ ധ്യാനമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണം. ഒപ്പം തന്നെ
വാഹനം കൈകാര്യം ചെയ്യുന്നവർ കുറച്ച് ജാഗ്രത പുലർത്തണം. കാരണം വാഹനപരമായിട്ട് നമ്മൾ സമയം അത്ര നന്നല്ല. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അശ്രദ്ധ കൊണ്ട് ചില ചെറിയ ചെറിയ തട്ടുമുട്ട് മുറിവൊക്കെ വരാതെ സൂക്ഷിക്കുക. റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോൾ പോയി ഇറങ്ങരുത്. നിങ്ങൾ പുതിയ ഭൂമി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഭൂമിപരമായ ഇടപാടുകളിലൊക്കെ ഇടപെടുന്നവർക്ക് ധനപരമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കുറേ ബ്ലോക്ക് വന്ന് നമ്മുടെ എന്താ പറയുക ധനം ബ്ലോക്കായി നിൽക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നമ്മൾ വാക്കിലും ധനത്തിലും നല്ല ജാഗ്രത പുലർത്തണം. വാക്കിൽ നമ്മൾ ക്ഷമയും കുറച്ചൊരു എന്താ പറയുക മൗനം പാലിക്കാനെടുത്ത് മൗനം പാലിക്കണം. തർക്കിക്കാനൊന്നും പോകരുത്. കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് സമയം നല്ലതാണ്, ഉയർച്ചയൊക്കെ വരുമെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഈ നമ്മൾ കമ്പയർ എന്നൊക്കെ പറയും, വിളിദോഷം കമ്പയർ എന്നൊക്കെ പറയും. അതുപോലെ അസൂയാലുക്കളിൽ നിന്നുള്ള ചില ഏഷണികളും അപവാദങ്ങളും വിളിദോഷവും ചില പ്രാക്ക് ദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ മതി. അതിന് വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ചില ക്ഷേത്രങ്ങളിൽ പോയി മുട്ടറക്കുക, അതുപോലെ തന്നെ ചില പിന്നെ അഘോര ഉച്ചാടനം പോലുള്ള ചെറിയ ചില ക്ഷേത്രങ്ങളിലുണ്ട്. അവിടെ പോയി കാലഭൈരവനൊരു അഘോര ഉച്ചാടനമൊക്കെ നടത്തുക. അതുപോലെ തന്നെ നമ്മൾ വ്യാഴപ്രീതികരമായ ക്ഷേത്രങ്ങളിൽ പോയി സുദർശന അർച്ചന, വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മകം, പൂരം, ഉത്രത്തിൽ ഒന്നാം പാദക്കാരെ സംബന്ധിച്ച് സമയം പൊതുവിൽ ഇനി അങ്ങോട്ട് നല്ലതാണ്. നിങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ജോലിയിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും ഉയർച്ചയൊക്കെ വരും. ഉയർച്ച വരും എന്ന് 11 ലാഭസ്ഥാനത്താണ് വ്യാഴം. അതുകൊണ്ട് ചിലർ പറയുന്നത് പോലെ നിങ്ങൾക്ക് വലിയ ലോട്ടറി അടിക്കും മഹാഭാഗ്യം വരുമെന്ന് ഞാൻ പറയില്ല. ചെറിയ ചെറിയ ധനപരമായ ഗുണങ്ങൾ, കടം ഉണ്ടെങ്കിൽ കടം നീങ്ങി വരും. കടം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധനപരമായിട്ട് കുറച്ച് ചെറിയ മാറ്റങ്ങൾ വന്ന് ധനം കുറച്ച് സേവ് ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയെത്തും. അത്രയേ ഉള്ളൂ. പിന്നെ ഇത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടോ അല്ലാതെയോ ജാതകം അറിയാനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ, ഈ വീഡിയോയുടെ താഴെ എൻ്റെ ഫോൺ നമ്പറുണ്ട്. വാട്സപ്പ് ചെയ്യുകയോ എന്നെ വിളിക്കുകയോ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ഉപദേശങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്തോളാം. എല്ലാം നിങ്ങൾക്ക് ചിങ്ങക്കൂറുകാർക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം ചാരവശാൽ മാറുന്നത്. ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഗ്രഹനിലയിൽ ഇടവൻ രാശിയിലാണ്. ഇനി അത് മിഥുനത്തിലേക്കാണ് മാറുന്നത്. അപ്പോൾ വ്യാഴം മാറുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മെയ്യിൽ, അതായത് മാർച്ച് ലാസ്റ്റോടുകൂടി, മാർച്ച് 28-ാം തീയതി കഴിഞ്ഞപ്പോൾ ശനി മാറിയതിൻ്റെ ഒരു ഗുണദോഷങ്ങൾ നമ്മളെ പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ ശനിമാറ്റം കൊണ്ട് ദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ കണ്ടകശനിയോ ഏഴരശനിയോ ഒക്കെ ബാധിച്ച പലരെയും ഈ വ്യാഴമാറ്റം കുറേ ഗുണകരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വ്യാഴം മാറുന്നത് 2025 മെയ് 14 ഉദയാൽ 41 നാഴിക 14 വിനാഴിക ഉള്ളപ്പോഴാണ്. അപ്പോൾ വ്യാഴം മാറുക എന്ന് പറയുമ്പം പൊതുവിൽ ഇപ്പോൾ നമ്മുടെ ഈ ജ്യോതിഷ ഫലപ്രവചനങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്ക് മിക്കവാറും ഓരോ ഗ്രഹമാറ്റത്തിന്, അതായത് ശനിമാറ്റമായിരുന്നാലും വ്യാഴമാറ്റമായിരുന്നാലും ഇനിയിപ്പോൾ ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ രാഹുകേതുക്കൾ മാറുന്നുണ്ട്. ഇവരെല്ലാം മാറ്റം വരുമ്പോൾ പലരും പറയുന്നു ചില കൂറുകാർ, ചില നക്ഷത്രക്കാർ ഭയങ്കരമായി രക്ഷപ്പെടും, ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ് ജ്യോതിഷം. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വ്യാഴം മാറുന്നു, വളരെ അത്ഭുതകരമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വരും. അതുപോലെ തന്നെ ചില കൂറുകാരെ സംബന്ധിച്ച്, ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് അനിഷ്ടങ്ങൾ വരാനുള്ള സാധ്യത വരുമെന്നല്ല. അവരുടെ ദശാപകാരങ്ങളും അതുകൊണ്ട് അവരുടെ പ്ലാനറ്ററി പൊസിഷനിൽ വ്യാഴം നല്ല പൊസിഷനിലൊക്കെ ആണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാരവശാൽ വ്യാഴം മാറുന്നു, അതുപോലെ തന്നെ തൊട്ട് മുമ്പ് ശനി മാറി. ഇതൊന്നും ഒരു വലിയ പിന്നെ എന്താ പറയുക, ജീവിതത്തിലൊരു വലിയ കടുത്ത ദോഷം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. നിലവിലുള്ള അവസ്ഥയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇത് തന്നെയാണ് എപ്പോഴും ഏത് ഗ്രഹമാറ്റം കൊണ്ടും വരുന്നത്. അപ്പം വ്യാഴമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ അതിൽ ഏതൊക്കെ കൂറുകാരെയാണ് ഇത് കൂടുതൽ ഗുണകരമായിട്ടോ അല്ലെങ്കിൽ ദോഷകരമായിട്ടോ ബാധിക്കുന്നു എന്ന് നമ്മൾ നോക്കണം. അപ്പം ഏതൊക്കെ കൂറെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മേടം കൂറ്. വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ കുറച്ച് അനിഷ്ടം ഉണ്ടാക്കാവുന്ന ഒരേ ഒരു കൂറുകാർ മേടക്കൂറുകാരാണ്. കാരണം വ്യാഴം 3, 6, 8, 12 പിന്നെ പോകുമ്പോഴാണ് വ്യാഴത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പം നമ്മൾ ഇതിൽ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച്
വ്യാഴം മാറുന്നത് 3-ാം സ്ഥാനത്തേക്കാണ്. ഒപ്പം 7ര ശനിയും കൂടിയുണ്ട്. അവർക്ക് 7ര ശനിയെ പോലെ തന്നെ 12-ൽ സർപ്പനുമുള്ള സമയമാണ്. മാത്രമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 6ാം ഭാവത്തിൽ കേതുവും കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു എന്ത് പറയാൻ, ഈ വ്യാഴമാറ്റം കൊണ്ട് 2-ൽ നിന്ന് 3-ലേക്ക് മാറുന്നതുകൊണ്ട് മേടക്കൂറുകാരെ, അതായത് അശ്വതി, ഭരണി, കാർത്തിക കാലുകാരെയാണ് കുറച്ച് കൂടുതൽ അനിഷ്ടമായി ബാധിക്കുന്നത്. ബാക്കി എല്ലാവർക്കും അതായത് 5-9 ഭാവങ്ങളിലേക്ക് മാറുന്നവർക്കും 11-ലേക്ക് മാറുന്നവർക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരുന്നു. അതായത് വ്യാഴം ഒരിക്കലും ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യില്ല എന്നർത്ഥം. ഒരു ബ്രാഹ്മണ ഗ്രഹമാണ്. സർവേശ്വരകാരകൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവാധീനം തരുന്നത് ഈ വ്യാഴഗ്രഹമാണ്. സന്താനങ്ങളെയും സന്താനങ്ങളുടെ അഭിവൃദ്ധിയും തരുന്നത് വ്യാഴഗ്രഹമാണ്. കരിയർ വൈസ് ആയിരുന്നാലും ധനപരമായിട്ടായിരിക്കും നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും തരുന്നത് വ്യാഴമാണ്.